കില്ലാടികളെ ഈഗിൾ ഗെയിമിംഗ് നമ്മുടെ പരിന്ത് വാസുവിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് മറ്റേ മണവാളനും കണ്ട കൺമശിക്കൊണ്ടനെയൊക്കെ പ്രശ്നം വന്നപ്പോഴേ നമ്മൾ പറഞ്ഞാണ് ഇതൊരു നടക്ക് പോണ ഒരു പ്രശ്നമല്ല മോനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്മാർ അടിയിലേ പാടുള്ളൂ, പിന്നെ അവന്മാർക്ക് വെളി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. സോ അത് പ്രശ്നം ഒതുക്കി തീർത്തില്ലാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ തെറി വിളിച്ചോ, ഇപ്പൊ ഈഗിൾ നമ്മുടെ പരിന്ത് വാസുവിന് ആരൊക്കെ തെറി വിളിച്ചോ അവന്മാർ തന്നെ വന്ന് മാപ്പ് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഒരു പുതിയൊരു കാട്ടവരാതം വന്നിരിക്കുന്നില്ല, അവരാതിച്ചി എന്ന് വേണമെങ്കിൽ പറയാം. അവനാചി ചന്തയില്ലാത്ത ഹന്തകളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ അവൻ അങ്ങനത്തെ ഒരു ചെക്ക ഇല്ലടല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവനൊരു ഒരു ഒരു സൈ ഇല്ലടല്ല, അവനൊരു സൈയാണ് സത്യം പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറഞ്ഞാൽ അവനെ ഒന്നും ആലോചിച്ച് നോക്കണം ഇല്ലടല്ലേ. ഈ സംഭവം നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈഗിൾ ഗെയിമിങ് ടെലഗ്രാമിലൊക്കെ ഇല്ലടല്ല. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് മറ്റേ AI വീഡിയോസ് ആണല്ലോ. അത് നല്ലതായിട്ടുണ്ട്, കുറച്ച് ചീത്തയായിട്ടുണ്ട്. AI വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വീഡിയോസ് അങ്ങനത്തെ സംതിങ് ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ടെലഗ്രാമിൽ. ടെലഗ്രാം പറഞ്ഞാൽ ചില്ലറപ്പെട്ട പരിപാടിയല്ല. അത് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ 80+ ഗ്രൂപ്പുകൾ, സൈറ്റുകൾ എല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇതുപോലത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ AI വീഡിയോസ് ഒക്കെ ഇതുപോലത്തെ ഈ 18+ AI വീഡിയോസ്, ഫോൺ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ ഈ ഗ്രൂപ്പിൽ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തിരിച്ച് ഈ AI വീഡിയോ ഒക്കെ അയച്ചു തരും. അത് മറ്റേ വീഡിയോ ആയിട്ട് തുണ്ടായിട്ട് അയച്ചു തരും. അപ്പൊ ഇതിനെതിരെ നമ്മുടെ ഈഗിൾ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തു. ഇതിന്റെ കാര്യങ്ങൾ ഫയലൊക്കെ എടുത്ത് കംപ്ലൈന്റ് കൊടുത്തു. അതിലേതൊക്കെയോ ഒരു മറ്റോമാരാണ് ഈ അഡ്മിന്മാര്, മനസ്സിലായില്ലേ. ലാസ്റ്റ് അവന്മാർ ആ പ്രശ്നം പറഞ്ഞപ്പോൾ എന്തായി, നേരെ ഈഗിൾ ഗെയിമിങ്ങിന്റെ പല വീഡിയോസിലും വന്നിട്ട് കമന്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി, നിന്നെ അങ്ങനെ ചെയ്യും, നിന്റെ ടെലഗ്രാം ഗ്രൂപ്പുകാർ വിചാരിച്ചാൽ അങ്ങനെ നീ വിചാരിച്ചാൽ പൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈഗിൾ ഗെയിമിങ് അതോടുകൂടി വിട്ടു. എന്ന് വെച്ചാൽ ഇതുപോലത്തെ കുറെ കുടയ്ക്കുന്ന നായ്ക്കൾ ഉണ്ടാവും. അപ്പൊ നായിന്റെ കൂട്ടത്തിൽ പൂട്ടി. പക്ഷെ അവന്മാരെന്ത് കിട്ടിയില്ലേ, പിന്നെയും വന്ന് ഈ പരിപാടി തുടങ്ങി. അപ്പൊ ഈയിടയ്ക്കാണെങ്കിൽ ഈഗിൾ ഗെയിമിങ് ഒരു സ്റ്റോറി കിട്ടു. എന്താ വെച്ചാൽ ഇവൻ തന്നെ ഇല്ലടേ, ഇവൻ വന്നിട്ട് ഇങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞൊരു ടെക്സ്റ്റ് ഇട്ടു. അത് ഈഗിൾ ഗെയിമിംഗ് സ്റ്റോറി ഇട്ടു. അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചാണ് ഇല്ലടേ, ആ സ്ക്രീൻഷോട്ട് കാണാനില്ല. അപ്പൊ പ്രശ്നം ശരി പിന്നെ വരട്ടെ പറഞ്ഞിരുന്നാണ്. അപ്പൊ ഈ പ്രശ്നം വന്നെത്തിയില്ലടേ. അവന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഈഗിൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ ഉള്ള പണി മാത്രം കിട്ടിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും, അത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ബാക്കിയുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഗെയിമേഴ്സ് അല്ലെങ്കിൽ സ്ട്രീമേഴ്സിനെ പോലെയൊന്നും ഈഗിൾ ഗെയിമിംഗ് വിചാരിക്കരുത്. പുള്ളിക്കാരുടെ ട്രാക്കേ വേറെയാണ്. മറ്റൊരു പണി കിട്ടുകയില്ല, അവൻ ലോക്കാവും, അത് ഉറപ്പാണ്. എന്തായാലും ഞാൻ വൈകിക്കുന്നില്ല, ആ വീഡിയോ ഒന്ന് വെക്കാം. നിങ്ങൾ കണ്ടിട്ടാണ് വിചാരിക്കണം. ഏകദേശം ഇപ്പം തന്നെ ഒരു 3 മില്യൺ 25 ലക്ഷം വ്യൂസ് ആയി. എന്നാലും ചിലർക്കൊക്കെ ഇതിനെ കുറിച്ച് അറിയുള്ളൂ. എന്ന് വെച്ചാൽ ഈഗിൾ ഗെയിമിൽ ഫോളോ ചെയ്തവർക്കും അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു സംഭവം വരുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വലിയ കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈഗിൾ ഗെയിമിംഗ് നടന്ന പ്രശ്നം ഇതിപ്പോൾ നമുക്കും വന്നുകൂടൊന്നും ഇല്ല, മനസ്സിലല്ലേ. ഇതുപോലെയുള്ള കുറെ കൊണക്കണവന്മാരുണ്ട്, അവന്മാർ എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ പിന്നെ അത് ഈഗിൾ ഗെയിമിന്റെ ഒരു പ്രശ്നം, ആ ഒരു വീഡിയോ ഈഗിൾ ഗെയിം ഇട്ടിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈലിൽ, അപ്ലൈ ചെയ്യാം. പിന്നെ ഈഗിളിൻ്റെ കാര്യം അതിനെ വേണ്ടതുപോലെ അവനെ കൈകാര്യം ചെയ്യണം. ഒരു ദിവസം അവന് കിട്ടും, അവന് കിട്ടുമോ സംശയമാണ്. ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനെ തന്നെ ചിലപ്പോൾ ഇല്ലാതായിക്കോളും ഞാൻ. ആ കുഞ്ഞ് വലുതായിട്ട് ഒരു കുണ്ണയും ഉണ്ടാക്കാൻ പോണില്ല. ദേവൂട്ടിയല്ലേ പൊലിയാടി മോളുടെ പേര്. അത് വലുതായിട്ട് ഒരു കുണ്ണയും ഉണ്ടാക്കാൻ പോണില്ല. അപ്പോൾ തന്തയെ പോലെ വാണം വിടാൻ തന്നെ. അപ്പം അതിനങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ വലിയ ഒരു കുഴപ്പമൊന്നുമില്ല അതിന്. പിന്നെ ഭാര്യ, അതിൻ്റെ കഴുത്തറുത്തിട്ട് ഞാൻ പോകും വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ. ഇവ എത്ര കാലം ഭാര്യനെ വെച്ചോണ്ട് നടക്കും? ഒരു ദിവസം ഭാര്യയുടെ അന്ത്യം എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും പൊലയടി വേണം ഉണ്ടച്ചി. എല്ലായിടത്തിനും ഞാൻ വെച്ചേക്കില്ല. നിന്നെ ഒന്നും പറഞ്ഞിട്ട് അറിയിക്കണ കാര്യമില്ല. നീ ഇരുന്ന് ആസ്വദിച്ചോ. കിട്ടേണ്ടത് എല്ലാവർക്കും. ജനിച്ചിട്ട് 10 മാസം പോലും പ്രായമാകാത്ത എൻ്റെ കുഞ്ഞിനും എൻ്റെ വൈഫിനും വന്നൊരു ത്രെഡ് മെസ്സേജാണ് നിങ്ങളെ ഞാനിപ്പോൾ ഇതുവരെ കേൾപ്പിച്ചത്. ഈ ഒരു മെസ്സേജിന് പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 3-4 മാസം മുമ്പ് ഞാൻ ടെലഗ്രാമിലെ ഈ ഡീപ്പ് AI ഫേക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ്ട്രീം പോൺ വീഡിയോസ് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞ ഈ വീഡിയോയിൽ നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾ തൊട്ട്, അതായത് നിങ്ങൾക്ക് ആരെയാണോ അങ്ങനെ കാണേണ്ടത്, നേക്കഡായിട്ട് കാണേണ്ടത്, അവരുടെ ഫോട്ടോസ് അവിടെ കൊണ്ടുവന്ന് അയച്ചു കൊടുത്താൽ അത് മാറ്റി പോസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന സെക്ഷൽ പെർവേർട്ടുകളുടെ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്തതിന്റെ അന്ന് തൊട്ട് എനിക്ക് മൾട്ടിപ്പിൾ മെസ്സേജുകൾ വരാൻ തുടങ്ങി. ഇത് ഞാൻ എക്സ്പോസ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഞാൻ പകരം ഇത് എന്നെ കൊണ്ട് എനിക്കറിയാവുന്ന ആൾക്കാരുടെ ഫോട്ടോസ് അതിലുള്ളത് ആൾക്കാരെ എല്ലാം വെച്ചിട്ട് ഞാൻ സൈബറിലേക്ക് ഒരു പരാതിയും ഫോർവേഡ് ചെയ്തായിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് വരാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് നിനക്ക് ഞങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പുകാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ടെലഗ്രാമിന് അതിന് ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലല്ല നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, നീ പറ്റുന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്പിൾ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി. സോ ഞാനിത് ആദ്യം വലുതായിട്ട് കാര്യമായിട്ട് എടുത്തില്ല. ഞാനിത് കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു, നമുക്ക് അതിന്റെ പുറകെ പോകാനുള്ള ഇതില്ല, കാരണം എല്ലാം ഫേക്ക് അക്കൗണ്ട്സാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ മാറ്ററിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറെ ബുള്ളിങ് എനിക്ക് അന്ന് വന്നു തുടങ്ങിയായിരുന്നു.
അപ്പോൾ അങ്ങനെ ഇതൊരു 3-4 മാസം മുമ്പ് നടക്കുന്ന സംഭവം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു മാസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കമന്റ് സെക്ഷനിലും എന്റെ വീഡിയോസിലും എന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലും എല്ലാത്തിലും പോയി കമന്റ്സ് ഇടാൻ തുടങ്ങുന്നു. അതായത് എന്റെ വൈഫിനും വേറൊരു റെപ്യൂട്ടഡ് സ്ട്രീമറിനും തമ്മിൽ അവിഹിതമുണ്ട്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഇടാനേ തുടങ്ങി. അപ്പം ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ എനിക്കും ആദ്യം ഞങ്ങളിത് ഓക്കെ ഇവൻ ഇന്ന് പറഞ്ഞ് അത് വിട്ടു എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം അവന്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി അങ്ങ് വിട്ട്. പിന്നെ ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ഇതിങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എനിക്കും അവക്കും ഇത് ഡിസ്റ്റർബൻസ് ആയി തുടങ്ങി. സോ നമുക്ക് ഇവനെ കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവന്റെ പ്രൊഫൈൽ വഴി ഇവന്റെ ഒരു കൂട്ടുകാരനുമായിട്ട് നമുക്ക് കോണ്ടാക്ട് കിട്ടി. ഈ കോണ്ടാക്ട് കിട്ടിയ കൂട്ടുകാരനും എൻ്റെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം അവൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, ബ്രോ ഇത് ഒരു വട്ടമല്ല മൾട്ടിപ്പിൾ ടൈംസ് ഇവന്റെ സൈഡിൽ നിന്ന് ഇത് ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇങ്ങനത്തെ കേസസ് ഇവന്റെ പേരിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാക്കി. അങ്ങനെ അവന്റെ അച്ഛന്റെ നമ്പർ നമുക്ക് തന്നു. ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി ഞാൻ നോക്കട്ടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. പിന്നെ ഇവന്റെ നമ്പർ നമുക്ക് കിട്ടി. ഇവന്റെ നമ്പർ കിട്ടിയപ്പോൾ നമ്മൾ ഇവനെ വിളിച്ചപ്പം ഇവൻ ആദ്യം കുറ്റം സമ്മതിക്കുക, ഇവൻ സമ്മതിക്കത്തില്ല, ഇവനാണ് ചെയ്തതെന്ന് ഇവൻ സമ്മതിക്കുന്നില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ ലീഗലി മൂവ് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് അവൻ കുറ്റം സമ്മതിച്ച് അവൻ അന്നേരം എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അവൻ ആർക്കോ വേണ്ടി കുറ്റം സമ്മതിക്കുന്നത് പോലെ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ചാടിക്കേറി സംസാരിക്കുക, അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ആയിട്ട് ഇതെല്ലാം ഞാൻ വീഡിയോ ആയിട്ടൊരു പ്രൂഫായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കിന് ഇവൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഈ ഒരു അഹങ്കാരം സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടപ്പം നമ്മൾ ഇവന്റെ തനിക്കുടം എടുത്ത് റിവീൽ ചെയ്തപ്പം ഇവന്റെ ഫോട്ടോയും ഇവന്റെ ഐഡന്റിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തപ്പോഴത്തേക്കിന് ഇവന് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവന്റെ നാട്ടിൽ വെച്ച് പറ്റുന്നില്ല. അങ്ങനെ ഈ പാലക്കാട് ഉണ്ടായിരുന്ന ഇവൻ നേരെ ട്രിവാൻഡ്രത്തോട്ട് മൂവ് ചെയ്ത്. ട്രിവാൻഡ്രത്താണ് ഇപ്പൊ ഇവൻ കറന്റ്ലി ഉള്ളത്. ഇവന്റെ പേരിൽ ട്രിവാൻഡ്രത്തും കുറെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്, ഒന്നാമത്തെ കാര്യം. ആൻഡ് ഇതായിരുന്നു ഈ ഒരു റിവെഞ്ച് സ്റ്റോറിയുടെ സ്റ്റാർട്ട്. അതായത് നമ്മൾ ഇവനൊരു പോക്രിത്തരം കാണിച്ചത് നമ്മൾ റിവീൽ ചെയ്തതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അതായത് ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന തെറ്റ്. അതിൽ ഞാൻ എന്താ ഇപ്പൊ ട്രിഗർ ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫോട്ടോ ഞാനന്ന് പോസ്റ്റ് ചെയ്ത സമയത്ത് സീക്രട്ട് ഏജന്റ് അതിനെ എടുത്ത് വീഡിയോ ചെയ്ത സമയത്ത് വീഡിയോയിൽ അവനെ മാനസിക രോഗി എന്ന് വിളിച്ചതാണ് അവന് ട്രിഗർ ആയത്. അതുകൊണ്ടാണ് അവനിപ്പോൾ അതിന്റെ റിവെഞ്ചാണ് എന്നോട് തീർക്കാനുള്ളത്, അതെന്റെ കുഞ്ഞിന്റെ വൈഫിന്റെ നേരെ കൊണ്ടുവരുമെന്നാണ് അവൻ കോൺഫിഡന്റ് ആയിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ തൊട്ട് തുടങ്ങിയതാണ്. ഇതുവരെ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അതല്ലാതെ അവന് വേറെ ഒരു പേഴ്സണൽ വെഞ്ചനൻസ് എന്നോട് വരാൻ വേണ്ടിയിട്ട് ഇതിന് ഫസ്റ്റ് ഇൻസിഡന്റിനും അതിന്റെ മുമ്പത്തെ ഒന്നും അവന് ഞാനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഇതായിരുന്നു എല്ലാത്തിന്റെയും സ്റ്റാർട്ട്. സോ ഇപ്പം ഈ ഒരു സാധനം നമ്മൾ വീണ്ടും കണ്ടുപിടിച്ച് ഇവനാണ് എന്നുള്ള ഒരു കാര്യത്തിൽ കൺഫർമേഷൻ വന്ന സമയത്ത് ഇവനെ നമ്മൾ വീഡിയോ കോൾ വരെ ഞാൻ ഇവനെ കൊണ്ട് കോൾ എടുപ്പിച്ച് ഇവന്റെ എല്ലാ പ്രൂഫും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ വെറുതെ ഗൈസ് എല്ലാ വട്ടം കുറെ വട്ടം നമ്മൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ വെറുതെ വിട്ടിട്ടുണ്ട്. വെറുതെ ഒന്നും പറയാതെയും ഒന്നും ഇതാക്കാതെയും വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ വട്ടം അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് ഈ വട്ടം ഞാൻ ഇൻക്ലൂഡിങ് ഒരു ബഞ്ച് ഓഫ് ഒരു ലിസ്റ്റ് ഓഫ് ടെലഗ്രാം ഗ്രൂപ്പ്സിന്റെ ലിങ്കും എല്ലാം ഓൾറെഡി ഞാൻ എല്ലാം ഫോർവേഡ് ചെയ്ത് എല്ലാം ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ പോലെ തന്നെ ഇത് വധഭീഷണി അടക്കം ഞാൻ എല്ലാത്തിനും ഇതിനൊരു കേസ് ഫയൽ ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഈ വട്ടം ഞാൻ ഇതിനകത്ത് വെറുതെ വിടാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഉറപ്പാണ്, അവനോടൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നു എന്ന് പറഞ്ഞ് അവനെ ന്യായീകരിക്കുന്ന ആൾക്കാർ വരെ ഈ കമന്റ് സെക്ഷനിൽ ഉണ്ടാവും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. നിനക്കൊക്കെ വേണ്ടപ്പെട്ടവർക്കും നിനക്കൊക്കെ വേണ്ടുന്ന ആൾക്കാർക്കും ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് വരെ നിങ്ങൾക്ക് ആർക്കും അതൊന്നും അത്രയ്ക്ക് സീരിയസ് ആയിട്ട് വരത്തില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടെങ്കിൽ, അതായത് നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇതിലൊക്കെ വരുന്നതുകൊണ്ടല്ലേ നിന്റെയൊക്കെ ഇതൊക്കെ ഇടുന്നത്, വെറും തെറ്റിദ്ധാരണയാണ്. നിന്റെയൊക്കെ ഏതൊക്കെ വീട്ടിലുള്ളവന്മാര് സ്വന്തം ഇതുവരെ ഒരു സോഷ്യൽ മീഡിയയിൽ പോലും അപ്ലോഡ് ചെയ്യാത്ത ഫോട്ടോ ഇതെന്റെ അമ്മയാണ് ഇതെന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്ത് DPI വെച്ചിട്ട് അതിന്റെ നേക്കഡ് വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന പിള്ളേരുള്ള ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ എല്ലാ ഡീറ്റെയിൽസും എല്ലാ തെളിവുമായിട്ട് ഞാൻ സൈബറിലും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വിചാരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് മാത്രമാണ് ഇങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറും തെറ്റാണ്. അങ്ങനെയല്ല. ഇത് അയച്ചു കൊടുക്കാൻ, ഇത് നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഇത്രയും സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്, നിങ്ങൾ ഇത് ഫേസ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ തമാശയായിരിക്കും. ഈ വട്ടം ഞാനിത് എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് എന്നെ കൊണ്ട് എക്സ്ട്രീം എവിടെ വരെ പോകാൻ പറ്റുമോ, എന്റെ ഈ ഒരു കേസിനും ഇതിനും വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ ഞാൻ പോകും.
അതിലൊരു സംശയവും ഇല്ല, അതിലൊരു മാറ്റവും ഇല്ല. ഇതിന് എനിക്ക് വേണ്ടുന്ന നീതി ഞാൻ മേടിച്ചെടുത്തിരിക്കും. അതിനി ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ എത്ര എക്സ്ട്രീം വരെ എന്നെ കൊണ്ട് പോകാൻ പറ്റുമോ അത്രയും വരെ ഞാൻ പോയിരിക്കും. അപ്പൊ അതാണ് ഇല്ലാടില്ല എന്താ വെച്ചാൽ ഈ AI ജനറേഷൻ വന്ന സമയത്ത് അല്ലെങ്കിൽ AI സംഭവം വന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു വൻ ഡേഞ്ചറാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലതുമാണ്, ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മോശമാണ്. ആ മോശമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇല്ലാടല്ലേ. വൻ രീതിയിൽ എന്ന് വെച്ചാൽ ആർക്കൊക്കെ ബാഡായി ബാധിക്കാൻ പറ്റും അങ്ങനെ ബാഡായി ബാധിക്കുള്ളൂ മോശം ടൈമിൽ, മനസ്സിലല്ലേ. അപ്പൊ ഈഗിൾ പറഞ്ഞ പോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവനുള്ള പണി എന്തായാലും എക്സ്ട്രീം ലെവൽ കൊടുത്തിരിക്കും. അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്ലിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലിയർ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു തളർന്ന് നടക്കുന്ന സമയത്ത് നമ്മൾ കൂടെ നോക്കാൻ ആൾക്കാരുണ്ടാവും, ഭയങ്കരമായ ആൾക്കാരല്ലേ. തളർന്ന് നടക്കില്ല, നമ്മൾ വിജയിച്ച സമയത്ത് കൂടെ നിൽക്കാൻ നമ്മൾ ഭയങ്കര ആൾക്കാരുണ്ടാവും. അത് ശരിയാണ് സൂപ്പറായിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഒന്ന് സംഭവിച്ചു നോക്കിയില്ല, നമ്മളെടുത്ത് ചവിട്ടി താത്തും വരും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനുള്ള പണി കൊടുക്കണം, അതാണ് ഇതാണ്, അവന്റെ മറ്റേ ചുണ്ണമണി കട്ടിയാണ്, അവനെ മറ്റേ നരകിച്ച് ചാവണം, അല്ലെങ്കിൽ അവനെ പോട്ടണം എന്നൊക്കെ പറഞ്ഞ പറയുന്ന ആൾക്കാരുണ്ടാവും. ലാസ്റ്റ് ഞാൻ അടുത്തൊരു വീഡിയോ ഈഗിൾ വരും ചിലപ്പോൾ. എന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ സംഭവം കൊടുത്തു എന്നുണ്ട്. അപ്പൊ ആൾക്കാർ പറയുന്നതായിരിക്കും അവനൊന്ന് ക്ഷമിച്ചുകൂടെ, അത് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അത്രോളം ഇതാണ് അവസ്ഥ. പിന്നെ ഈ മറ്റവൻ എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇപ്പൊ ഈ വോയിസ് ഇട്ടവൻ അവൻ പാലക്കാടായിരുന്നു പറയുന്നില്ല. പാലക്കാട് നമ്മുടെ നാടാണ്, അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. പാലക്കാട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നടപാടല്ലോ ഇല്ലാതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് നാളെ സംഭവിക്കാം, മനസ്സിലായി. ഇവന്മാരിനി ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിപ്പിക്കാം. സോ അത് കാരണം ഇടപെട്ട് മൂവ് ചെയ്യല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ട്രിവാൻഡ്രത്താണ് പറയുന്നുണ്ട് ഇല്ലാടല്ലേ. എന്തായാലും നോക്കാം. ഇപ്പൊ ഈ ഈഗിൾ എന്തായാലും ഇനി അപ്പോൾ അടുത്തൊരു കേസിന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരും എന്തായാലും. സോ നമുക്ക് അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യാം. കേട്ടോ ഞാൻ പറഞ്ഞു എപ്പോഴും AI ഭയങ്കര ഡേഞ്ചറാണ്. പല കാര്യങ്ങളിലും നല്ലതാണെന്ന് പറഞ്ഞു, പക്ഷെ നല്ല കാര്യങ്ങളൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല, മനസ്സിലായോ. ചിലരൊക്കെ എന്തൊക്കെയോ AI വീഡിയോസ് ഒക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ AI വെച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ 100% 90% ആൾക്കാരും നെഗറ്റീവായിട്ടാണ് AI എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അത് മതി, നെഗറ്റീവിനോടാണ് എല്ലാവർക്കും താല്പര്യം, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ അങ്ങനെയാണ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ശ്രദ്ധിച്ചാൽ നല്ലത്. എല്ലാവരും എന്ന് വെച്ചാൽ ആരെയും വിശ്വസിക്കാൻ വലിയ ഇരിക്കില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എങ്ങനത്തെ ടൈപ്പാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്, അവർക്ക് എന്തൊക്കെയാണ് താല്പര്യങ്ങൾ, ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സിലല്ലേ. അപ്പൊ അതൊരു സംഭവം. അപ്പൊ പുള്ളിക്കാരൻ ഇപ്പോൾ നമ്മുടെ മറ്റേ ഭവിഷ്യത്തും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിന്നെ ചെയ്യൂടാ, അത് ചെയ്യൂടാ, പൂട്ടിക്കൂടാ, മറ്റത്തറ മറിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കാര്യം പറയാം, എത്രയൊക്കെ നമ്മൾ സൈബറിൽ വന്ന് കളിച്ചാലും ഇല്ലേ, അവനെ പിടിക്കാൻ വലിയ പണിയൊന്നും ഇല്ലാതെ. അപ്പൊ സോഷ്യൽ മീഡിയ വന്ന് അവൻ എന്തൊക്കെ കൊണിച്ചാലും അവന് സിമ്പിളായി പിടിക്കാം, അത് ഉറപ്പാണ്. അതുള്ള പണിയൊക്കെ എല്ലാം നമ്മളൊന്ന് ഇരുത്തിന്ന് ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ മതി. ചിലരൊക്കെ എന്ത് ചോദിക്കുന്നത്, ഇതിന്റെ ബാക്കിലൊക്കെ പോണാ, ഇത് സംഭവമല്ലേ, അതല്ലേ, ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വിചാരിക്കും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മളൊന്ന് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാലേ കിട്ടും, ഏതവനെയും കിട്ടില്ല. അതിലുള്ള സിസ്റ്റം ഒക്കെ നമ്മുടെ നാട്ടിൽ വളർന്നിട്ട്, മനസ്സിലായി. ഇപ്പൊ AI വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി ചെയ്യാനാണ് ഇപ്പൊ പണി ചോദിക്കട്ടെ, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതിയില്ലേ, ഇതിന് വലിയ പണി. പക്ഷെ അവൻ ഇനി ചെയ്യരുത്, മനസ്സിലായി, അത്രേ ഉള്ളൂ. പക്ഷെ അവൻ ഇത് ചെയ്ത് ഇപ്പൊ ഇതിനുള്ള പ്രതിവിധി അവന് കിട്ടിയിരിക്കും. ഇതുപോലെ അവൻ ഇത് ചെയ്യരുത്, ഇത് നമുക്കും പറയാനുള്ളൂ. അതിനുള്ള പണി എന്തായാലും കൊടുത്തിരിക്കണം ഈഗിൾ ഗെയിമിങ്. അതിൽ ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയ കഴിഞ്ഞ സഹായം നമ്മളൊക്കെ ചെയ്ത് കൊടുക്കില്ല, വേറെ വഴിയില്ല. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതുപോലെ ആർക്ക് വേണമെങ്കിൽ വരാം. സോ നമ്മൾ അത് ചിന്തിക്കാനേ വേണം, മനസ്സിലല്ലേ, അത്രേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിരിക്കും നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുക, അതേ പറയുന്നുള്ളൂ. അല്ലാതെ ഇമാതിരി കുഴപ്പരിപാടിക്ക് ഇല്ലെങ്കിൽ കഴപ്പ് പിടിച്ചാലൊന്നും യൂസ് ചെയ്യരുത്. ഓക്കെ, അതിപ്പോൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്ത് നോക്കി. ഇപ്പൊ നിങ്ങളിപ്പോൾ അവൻ അങ്ങനെ ചെയ്തില്ല, അവനങ്ങനെ പറഞ്ഞില്ല, അവൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പണി തരുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായി. ഇപ്പൊ അവൻ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ തിരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. സോ നല്ല രീതിക്ക് പോവുക, അത്രേ ഉള്ളൂ.